നടക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരും, പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടുകയില്ല. അങ്ങനെ അകന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ടാകും. വിദ്യാർത്ഥികൾ അലസരാകാൻ ചാൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായ കൂട്ടുകെട്ട് മോശമായ വഴികളിലേക്ക് അവരെ എത്തിക്കുന്ന ഒരു കാലയളവാണ്. മാതാപിതാക്കൾ നന്നായി ശ്രദ്ധിക്കുക. സഭകളിൽ ശ്രദ്ധിക്കപ്പെടും. അതായത് കൂട്ടായ്മകളിൽ ഒരു ശ്രദ്ധ എല്ലാവർക്കും നിങ്ങളുടെ പുറത്തേക്ക് വരും. കാരണം അനുയോജ്യമായ പ്രവർത്തനം കൊണ്ട് വിജയിക്കുവാൻ കഴിയുന്നവരാണ് ഉത്രം നാളുകാർ. ജീവിത പ്രശ്നങ്ങളിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അഭിമുഖീകരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും അയച്ചു തരിക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംബു ബലസാരപക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദ പങ്കജം. ഓം സുബ്രഹ്മണ്യസ്വാമി നമോ നമഃ. ഓം മഹേശ്വരായ നമോ നമഃ. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഉത്രം നാളുകാരുടെ വിഷുഫലമാണ് പറയുന്നത്. ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള കാലഘട്ടങ്ങളിൽ വന്നു ചേരുന്ന ഗുണദോഷ വ്യവസ്ഥകൾ നിറഞ്ഞ കാലത്തെയാണ് അറിയിക്കുന്നത്. തീർച്ചയായും നേരത്തെ തന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ, ദോഷങ്ങൾ പവർ കുറഞ്ഞു നിൽക്കാൻ ഈശ്വര സന്നിധിയിലെത്തി പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്. മേടം, ഇടവം, മിഥുന മാസങ്ങളിൽ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കും. ഉത്രം നാളുകാരെ സംബന്ധിച്ചിടത്തോളം സഭകളിൽ ശ്രദ്ധിക്കപ്പെടും. അതായത് കൂട്ടായ്മകളിൽ ഒരു ശ്രദ്ധ എല്ലാവർക്കും നിങ്ങളുടെ പുറത്തേക്ക് വരും. കാരണം അനുയോജ്യമായ പ്രവർത്തനം കൊണ്ട് വിജയിക്കുവാൻ കഴിയുന്നവരാണ് ഉത്രം നാളുകാർ. അത് ഇടവിട്ട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കും. ഇപ്പോഴുണ്ടെങ്കിൽ ഒരു പക്ഷേ 2 നാൾ കഴിഞ്ഞ് വീണ്ടും, അല്ലെങ്കിൽ നമുക്ക് ഭാഗ്യങ്ങളിങ്ങനെ പല തലങ്ങളിലൂടെ അടുപ്പിച്ചടുപ്പിച്ച് വന്നില്ല എങ്കിലും കൂടെ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കളെയും സഹായികളെയും ലഭിക്കും. അത് ശ്രദ്ധയോട് മുന്നോട്ടുള്ള പോക്കിനുള്ള വഴിതെളിക്കും. എന്നാൽ ബന്ധുജനങ്ങളുമായി കലഹിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബന്ധുക്കൾ, അതായത് നിങ്ങളുടെ വാക്കുകളും വാചകങ്ങളും വളരെ ശ്രദ്ധയോട് വേണം ഉപയോഗിക്കാൻ. ബന്ധുജനങ്ങളുമായി കലഹിക്കും. ഭക്ഷണം നിമിത്തം ശാരീരിക ബുദ്ധിമുട്ടിനുള്ള ചാൻസ് കാണുന്നുണ്ട്. അതിനാൽ ആഹാര കാര്യങ്ങളിലും ശ്രദ്ധ വേണം. പുറത്തു നിന്നുള്ള ഭക്ഷണം വളരെ ശ്രദ്ധിച്ച് കഴിക്കണം. കഴിവതും വീട്ടിൽ നിന്ന് തന്നെ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കണം. ദൂരെ യാത്രകൾക്ക് പോവുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ആഹാരം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ കാലയളവിൽ നല്ലത്. സർക്കാർ ജീവനക്കാർക്ക് ജോലിഭാരം വർദ്ധിക്കും. എന്നാൽ സാമ്പത്തിക അഭിവൃദ്ധിക്കുള്ള സാഹചര്യം ഉണ്ടാകും. വിദ്യാർത്ഥികൾ അലസരാകാൻ ചാൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായ കൂട്ടുകെട്ട് മോശമായ വഴികളിലേക്ക് അവരെ എത്തിക്കുന്ന ഒരു കാലയളവാണ്. മാതാപിതാക്കൾ നന്നായി ശ്രദ്ധിക്കുക. കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക മാസങ്ങളിൽ ഉത്രം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര ദർശനം അനിവാര്യമാണ്. ദോഷഫലങ്ങൾ ശക്തി കുറയുന്നതിന് ഇത് കാരണമാകും. ക്ഷേത്ര ദർശനം നടത്തുന്നതിലുപരി പ്രഭാതത്തിലും പ്രദോഷ സമയങ്ങളിലും വീടുകളിൽ തന്നെ നാമസങ്കീർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ നാമസങ്കീർത്തനങ്ങൾ മുഴുകുന്നത് ദോഷപരിഹാര വ്യവസ്ഥയായിട്ട് കണക്കാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈശ്വര ഭജനങ്ങൾക്ക് സമയം കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തിയാൽ ജീവിതത്തിൽ വളരെ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നു. സാമ്പത്തിക മാന്ദ്യം, ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം, അതുപോലെ തന്നെ സ്ഥാനചലനം, ഉദര സംബന്ധമായ അസുഖങ്ങൾ, ബന്ധുക്കൾ കാരണമുണ്ടാകുന്ന ദുഃഖം, സ്വഗ്രഹം വിട്ടു താമസിക്കേണ്ട ഗതിയൊക്കെ ഉത്രം നാളുകാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക മാസങ്ങളിൽ എപ്പോഴെങ്കിലും സാധ്യത കാണുന്നുണ്ട്. എപ്പോഴെങ്കിലും അത് വന്നു ചേരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നേട്ടം, കീർത്തി, യുവതീ യുവാക്കൾക്ക് ചെറുതെങ്കിലും കുഴപ്പമില്ലാത്ത ജോലി ലഭിക്കൽ, അതിൽ നിന്ന് പിന്നീട് സമയകാലങ്ങളിൽ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ പുരോഗതി ഉണ്ടാകുന്ന തൊഴിലിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. മതപരവും ആധ്യാത്മികവുമായ ചടങ്ങുകളിൽ സംബന്ധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ അലങ്കാര വസ്തുക്കൾ ശേഖരിക്കുന്നതിലേറെ താല്പര്യം കാണിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ധനം ഏറെയുള്ള അലങ്കാര വസ്തുക്കൾ വാങ്ങുക എന്നുള്ളത്
കുറേ കാലങ്ങൾ കഴിഞ്ഞു മതി. കയ്യിലേക്ക് വരുന്ന പണം അളവില്ലാതെ നഷ്ടപ്പെടും ഈ പ്രക്രിയയിലൂടെ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ശത്രുബാധ അകലും. ശത്രുക്കളായിട്ടുള്ള ആളുകൾ ശത്രുതയൊക്കെ മറന്ന് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ഒരു താല്പര്യത്തിൽ വന്നു ചേരും. ഔദ്യോഗിക രംഗത്തെ അരക്ഷിതാവസ്ഥയിൽ നിന്ന് മുക്തിയുണ്ടാകും. അതായത് ഓഫീസ് കാര്യങ്ങളിൽ നമുക്കുണ്ടാകുന്ന വിഷമങ്ങളൊക്കെ മാറി നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയും. തർക്കവിഷയങ്ങളിൽ കുടുങ്ങാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ജാമ്യം പോലുള്ള സാമ്പത്തിക വ്യവസ്ഥയിൽ ചെന്ന് പെടരുത്. വിവാഹ തടസ്സങ്ങൾക്ക് സാധ്യത. നടക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന വിവാഹം പോലും ഈ സമയങ്ങളിൽ ഉത്രം നാളുകാരെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നതല്ല. അത് കഴിഞ്ഞ് വരുന്ന സമയം വിവാഹത്തിന് അനുകൂലമായ സമയമാണ്. അതുപോലെ തന്നെ നടക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരും, പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടുകയില്ല. അങ്ങനെ അകന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ടാകും. സന്താനങ്ങൾക്ക് താൽക്കാലിക ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരമൊക്കെ ഈ മാസകാലഘട്ടത്തിൽ ഉത്രം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ധനു, മകരം, കുംഭം മാസങ്ങളിൽ ഉത്രം നാളുകാർക്ക് ദോഷ ദുരിതങ്ങളൊക്കെ അറുതി വരുന്നതിന് ആഹ്ലാദമുണ്ടാകും. നമ്മൾക്ക് നേരത്തെ വന്നു ചേർന്ന ദോഷ ദുരിതങ്ങളൊക്കെ അകന്നു പോകാനുള്ള അവസ്ഥയുണ്ടാകുന്നു. നിർമ്മാണ പ്രവൃത്തികൾക്ക് ധനപരമായ സഹായം ലഭിക്കും. കലാ സാംസ്കാരിക രംഗത്ത് നിറ സാന്നിധ്യമാകാൻ കഴിയും. ജീവിത പങ്കാളിക്ക് ഉപരിപഠനത്തിൽ വിജയം നേടാൻ കഴിയും. ഔദ്യോഗിക മേന്മ, രാഷ്ട്രീയ കരുനീക്കങ്ങൾ പാളിപ്പോകാതെ നോക്കണം. രാഷ്ട്രീയമായിട്ട് ചില കരുനീക്കങ്ങൾ നടത്തുമ്പോൾ വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു ഓർമ്മ നൽകാവൂ. ഇല്ലെങ്കിൽ അത് പാളിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വിദേശത്തേക്ക് പോകുന്നതിനായി ഓഫറുകൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര വിഷയത്തിൽ വളരെ അഭിരുചി ഉണ്ടാകും. നേട്ടങ്ങളും ഉണ്ടാകും. വിജയം കണ്ടെത്താൻ അവർക്ക് കഴിയുകയും ചെയ്യും. മീനമാസത്തിൽ നിയമക്കുരുക്കുകളിൽ നിന്നും മോചനമുണ്ടാകും. അതായത് ഈ വിഷുക്കാലഘട്ടത്തിലെ മീനമാസം, അതായത് ഈ വിഷുക്കാലത്തിൻ്റെ അവസാന കാലഘട്ടമായ മീനമാസത്തിൽ നിയമക്കുരുക്കുകളിൽ നിന്ന് രക്ഷ നേടും. രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കും. ഒരേ മേഖലയിൽ നിന്ന് തന്നെ പങ്കാളിയെ കണ്ടെത്താൻ ശ്രമിക്കും. അത് വിജയിക്കും. ഒരേ മേഖലയിൽ നിന്ന് പങ്കാളിയെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതായത് ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഒരേ മേഖലയിൽ നിൽക്കുന്നവരോ തമ്മിൽ അടുപ്പമുണ്ടെങ്കിൽ ആ അടുപ്പം വിവാഹത്തിൽ കലാശിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കർമ്മരംഗത്തേക്ക് ഉള്ള വിജയം, ധനസ്ഥിതിയുടെ മെച്ചം, ആരോഗ്യ കാര്യങ്ങളിലേറെ ശ്രദ്ധ വേണം. കർമ്മരംഗത്ത് വിജയം, ധനസ്ഥിതികളിൽ മെച്ചം, ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. കലാരംഗത്ത് നിൽക്കുന്ന ഉത്രം നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾക്ക് ചാൻസ്. ഗവൺമെൻറ് തലത്തിൽ നിന്നും അവാർഡ് പോലെയുള്ളത് ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കായിക രംഗത്ത് നിൽക്കുന്നവർക്ക് ക്യാഷ് പ്രൈസ്, കീർത്തി എന്നിവയുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. തുടർ വിദ്യാഭ്യാസത്തിന് ലോണുകൾക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരിക്കുന്നവർക്ക് ലോണുകൾ അനുവദിക്കും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ കഴിയും. മീനമാസം ഗുണദോഷ വ്യവസ്ഥയാണെങ്കിലും ഗുണത്തിനാണ് പ്രാധാന്യം കൂടുതൽ. ദോഷ പരിഹാരമായിട്ട് കൂട്ടുഗണപതി ഹോമം നടത്തുക. ശ്രീ മഹാവിഷ്ണു ദേവന് വെണ്ണ നിവേദ്യം നടത്തുക. മഹാദേവന് ധാര, കൂവളമാല സമർപ്പിക്കൽ, നാഗർക്ക് പൂജാദ്രവ്യ സമർപ്പണം, നൂറും പാലും വഴിപാട് തുടങ്ങിയവ ചെയ്ത് പ്രാർത്ഥനാനിരതമായ ഒരു വർഷത്തിലൂടെ മുന്നോട്ട് പോകട്ടെ. നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ കഷ്ടതകളും അതിലൂടെ മാറിക്കിട്ടുക തന്നെ ചെയ്യും. ഈശ്വരൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി എല്ലാ അനുഭവ ഗുണങ്ങളും നേടി ഈ മേടം തുടങ്ങി അടുത്ത മേടം വരെ രാജാവിനെ പോലെ കഴിയാൻ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.